ഷാർജയിൽ യുവതി കുഞ്ഞിനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തത് ഭർതൃപീഡനം കാരണമെന്ന് പരാതി. ഇത് സംബന്ധിച്ച് യുവതിയുടെ ഓഡിയോ സന്ദേശങ്ങളും പുറത്തുവന്നിരുന്നു. കൊല്ലം കേരളപുരം സ്വദേശിനി വിഭജികയെയും മകളെയുമാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 1 വയസ്സുള്ള മകളെ കൊലപ്പെടുത്തി യുവതി ആത്മഹത്യ ചെയ്തു എന്ന വിവരം ഞെട്ടലോടെയാണ് കുടുംബം അറിഞ്ഞത്. കൊല്ലം സ്വദേശിനിയായ വിഭജിക ഷാർജയിലെ ഫ്ളാറ്റിലാണ് താമസിച്ചു വന്നത്. ഈ സമയം ഭർത്താവിൽ നിന്നും ഭർത്തൃ വീട്ടുകാരിൽ നിന്നും നേരിട്ട പീഡനത്തെക്കുറിച്ച് യുവതി കുടുംബത്തെ അറിയിച്ചിരുന്നു. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ നമ്മള് ഇരുന്നിരുന്ന് കഷ്ടപ്പെട്ട് അവര് കെട്ടിച്ചയച്ചിട്ട് വന്ന് പെട്ടത് ഇങ്ങനൊരു വീട്ടില്. മൂന്ന് പേരും ഒന്നിനൊന്നിനെ മെച്ച, 3 പേരും ഒന്നിനൊന്നിനെ ടോർച്ചറിങ്. സഹിക്കന്നെ, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യാ. കോട്ടയം സ്വദേശി നിതീഷുമായുള്ള വിവാഹത്തിന് ശേഷം 1 വർഷം മുൻപ് കുഞ്ഞ് ജനിച്ചു. ഇതോടെ പീഡനം കൂടിയെന്നും ഭർത്താവ് തന്നെ ഒഴിവാക്കിയെന്നും വിഭജിക പറയുന്നുണ്ട്. 7 മാസത്തിന് ശേഷം അമ്മയോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പറയണ്ട. 7 മാസങ്ങൾക്ക് ശേഷമാണ് എൻ്റെ കൂടെ ഒരു ദിവസം കിടന്നത്. അത് കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം പറയാം അത് അബദ്ധം പറ്റിയതെന്ന്. ഇങ്ങനെയൊക്കെ നമ്മളോട് പറഞ്ഞുള്ളൊരവസ്ഥ ആലോചിച്ച് നോക്ക്. അത്രയ്ക്ക് തഴന്താന്ന് പോയി. അത് അയ്യോ, ഞാൻ ഇത്രയും നാൾ കൺട്രോൾ ചെയ്ത് അന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്, ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിച്ചത്, നമ്മളൊന്നും മുന്നോട്ട് ശരിയായി പോത്തില്ല, അതുകൊണ്ട് വേണ്ട എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പറ്റിപ്പോയതാണെന്ന്, അബദ്ധം പറ്റിയതാണെന്ന്. എന്നൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? ഓരോ ദിവസം ഓരോ സ്വഭാവമാണ്. ഈ കാശ് കൂടുതൽ അഹങ്കാരമല്ലേ? ഈ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് മാറാത്തവനാണോ നമ്മൾ എന്ത് കാണിച്ചാലും മാറുമെന്ന് വിചാരിക്കണ്ടേ? പിന്നെ ഇതും കൂടെ ശ്രമിച്ചു നോക്കാം, അത്രേ ഉള്ളൂ. ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത് ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ്. മകളുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഗാർഹിക പരാതി ഈ കുട്ടിയുടെ അച്ഛനില്ല, അമ്മ ബോധിപ്പിച്ചിരുന്ന പരാതി അവർ കോൺസുലേറ്റിലും കേന്ദ്ര മന്ത്രിമാർക്കും ഡിസ്ട്രിക്ട് പോലീസ് ചീഫിനും എല്ലാം അവർ പരാതി നൽകിയിട്ടുണ്ട്. ഒരിക്കലും ആത്മഹത്യക്ക് ചെയ്യാൻ ഒരു വഴിയുമില്ല. കൊടിയ പീഡന ആണ് ഇത് ഏറ്റിട്ടുള്ളതെന്നും ഗാർഹിക സ്ത്രീധന പീഡനം ഏറ്റിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ പരാതി നൽകിയിട്ടുള്ളത്. വിദേശകാര്യമന്ത്രിക്കും എംബസിക്കും മുഖ്യമന്ത്രിക്കും അടക്കം കുടുംബം പരാതി നൽകി. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. പരാതിയിൽ അന്വേഷണം വേണമെന്നും നടപടി ഉണ്ടാകണമെന്നതുമാണ് ബന്ധുക്കളുടെ ആവശ്യം. ജനം, കൊല്ലം. വല്ലാതെ അസ്വസ്ഥമാക്കുന്ന രീതിയിലുള്ള ഓഡിയോ സംഭാഷണമായിരുന്നു അത്. എന്തിന്റെ പേരിലായാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമാകുന്നുമില്ല.